ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബി മുരാരി ബാബുവും SITക്ക് മുന്നിൽ ഹാജരായി. സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉടൻ സമൻസ് അയച്ചേക്കും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായി. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ ഹാജരാകണമെന്നാണ് ജാമ്യവ്യവസ്ഥ. തുടർന്നാണ് പോറ്റി ഈഞ്ചക്കൽ SIT ഓഫീസിലെത്തിയത്. മുഖ്യപ്രതികളിൽ ഒരാളായ മുരാരി ബാബുവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരായി. അതേസമയം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഓരോ പ്രതികളായി ഇനി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി CPMന്റെ 4 നേതാക്കന്മാരുടെ അവരായിരിക്കും ഇനിയും പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ് കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ന്യായമായി സംശയിക്കേണ്ടി വരും. ഈ ശബരിമലയിലെ സ്വർണ്ണ കളവ് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉടൻ സമൻസ് അയച്ചേക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് EDയുടെ ഇടപെടൽ. കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ ഇന്ന് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെയാളാണ് S. ശ്രീകുമാർ. പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.